ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 11 മണിക്ക് പോവും മല്ലിക ചേച്ചിയെ കാണാൻ. നമുക്ക് അറിഞ്ഞൂടാത്ത സ്ഥലത്തോട്ടാണ്, കാരണം ഉള്ള ഏരിയയാണ്. നിങ്ങൾ ദുആ ചെയ്യണം. കൊല്ലം ഡിസ്ട്രിക്റ്റ് ആണ് എന്നുണ്ടെങ്കിലും കുളത്തൂപ്പുഴ ടൂറിസം കേന്ദ്രത്തോടടുപ്പിച്ചുള്ള സ്ഥലത്താണ്. അപ്പം അമ്മയമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ ഇത്രയും സാധനം മേടിച്ച് ബാക്കി പൈസ കൊണ്ട് കൊടുത്തൂടെ എന്ന് ചിലവരെ മനസ്സിൽ കാണും. അതെന്താണെന്നറിയാം, അവർക്ക് ഷോൾഡർ വീണിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഞാൻ 1 കിലോമീറ്ററോളം ഒരു സൈഡ് തന്നെ നടക്കാനുണ്ട്. അപ്പം അത്യാവശ്യത്തിനുള്ള ആഹാരം അവർ വെച്ച് കഴിക്കട്ടെ. ഇനി ആരും മല്ലിക ചേച്ചിക്ക് പൈസ അയക്കരുതേ, അതിന് വേണ്ടിയാണ് രാവിലെ വീഡിയോ ഇട്ടത്. പിന്നെ ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല, ഇവിടെ തന്നെ ഇരിക്കുകയാണ്. മല്ലിക ചേച്ചിയുടെ വീഡിയോ ചിലപ്പോൾ ഷോർട്ടായിട്ട് ഞാൻ ഇടും. MB ഉണ്ടാകുന്ന അറിയത്തില്ല, അതായത് നെറ്റ് 1 GB അല്ലേ ഞാൻ ചെയ്യുന്ന. നാളെ എന്തായാലും അവരുടെ വീഡിയോ വരും. അവർക്ക് എന്തെങ്കിലും കുട്ടികളെന്ന് നമ്മൾ ആ വീഡിയോയിൽ കണ്ടിട്ടില്ലെന്ന്, കുട്ടികളെയൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞായറാഴ്ചയല്ലേ, അവിടുത്തെ സാഹചര്യം എങ്ങനെയാണെന്നോ അവസ്ഥ എങ്ങനെയാണെന്നോ എല്ലാവരുടെ അടുത്തും ചോദിച്ച് കുളത്തൂപ്പുഴ വരെ നമുക്ക് പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ വെച്ചിട്ട്, കാരണം വേറെ ഒന്നുമില്ല, ഒരു ഫോൺ നമ്പരോ ഒന്നുമില്ല, പോവുകയാണ്. ഒരു തടസ്സവും കൂടാതെ പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടി ഗൂഗിൾ മാപ്പിൽ 51 മണിക്കൂറാണ് കാണിക്കുന്നത്. നമ്മൾ കാറ് പോലെയുള്ള ആട്ടോ ഉണ്ടല്ലോ, അതിലാണ് പോണത്. ഞാൻ, നമ്മുടെ 3 മക്കൾ, പിന്നെ വാപ്പ ഉമ്മ, പിന്നെ ആട്ടോ ഓടിക്കുന്ന ഒരു കാക്കയുണ്ട്. കാരണം കാക്കാരുടെ അടുത്തും കൂടെ അരി സാധനമൊക്കെ ചുമക്കും. പിന്നെ അവിടെയാണ് സാധനങ്ങൾ ഇരിക്കണം. ഇവിടെ നടവഴിയേ ഉള്ളൂ മക്കളെ. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങൾ ഈ ഒരു ചെറിയ ചാനൽ വഴി, അതായത് എൻ്റെ ഒരു ചെറിയ ചാനലാണ് മസ്റൂറ ഫാത്തിമ, 10K സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല. നിങ്ങളെ സപ്പോർട്ടിന് ഞാൻ അൽഹംദുലില്ലാ പറയുന്നു. ഈ ദുനിയാവിൽ അല്ലെങ്കിൽ ആഖിറത്തിൽ ഇതിനുള്ള പ്രതിഫലം കിട്ടും. ഇന്നലെ രാത്രിയും പൈസ വന്നിട്ടുണ്ട്. ഇനി പച്ചക്കറിയും സവാളയും കൊച്ചുള്ളിയും മേടിക്കണം. അത് മേടിച്ച് കെട്ടിവെച്ചാൽ ഒരു സ്മെല്ലായി പോവും, അഴുവിപ്പോവും എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ മേടിക്കാത്തപ്പോൾ കടയ്ക്ക് നിന്നാകുമ്പോൾ മേടിക്കാമല്ലോ. മേടിച്ച് അവർക്ക് 5 കാരണം മക്കൾ എന്നാണ് പറഞ്ഞത്, ഒരു 2 മക്കളെ പ്രതീക്ഷിക്കുന്നു. 5 പൊതി ബിരിയാണി മേടിച്ചുകൊണ്ട് കൊടുക്കണം. ബാക്കി പൈസ അവരെ ഏൽപ്പിക്കും. പിന്നെ എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ? നിങ്ങളെ മക്കളെന്ന് വിളിക്കുന്ന സ്നേഹം കൊണ്ടിട്ടാണ് കേട്ടോ. എൻ്റെ ഇളയത് ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. ഇത്താമാരെ, നിങ്ങളെൻ്റെ വീഡിയോസ് കാണണം. പിന്നെ സഹോദരങ്ങളെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് അൽഹംദുലില്ലാ. പിന്നെ ഞാൻ ഇതുവരെ പിൻ പൊട്ടിച്ചിട്ടില്ല. മസ്റൂറ മോളെ, ഇങ്ങനെ ഈച്ച് വാ പൊന്നെ. മസ്റൂറ മോളെ കൊണ്ട് ഇതാ പിൻ പൊട്ടിക്കുകയാണ്. പെട്ടെന്ന് വാ പൊന്നെ. പിന്നെന്താണ് വിശേഷം? ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിൻ നമുക്കിനി ആഡ് ചെയ്ത് കയറ്റിയാൽ മാത്രമേ വരുമാനത്തിൻ്റെ സ്റ്റേജ് ആവുള്ളൂ. മസ്റൂറ മോൾ ബിസ്മി ചൊല്ലി പൊട്ടിയിട്ട് മക്കളെ. അല്ലേ മക്കൾ, മൊബൈലിൽ പിടി, ഇനി പൊട്ടിക്കാം. അങ്ങനെ പിടിച്ച് ക്ലിയർ കുറവാകും. അങ്ങനെ പിടിച്ചേക്കണേ. ഇതാ നിങ്ങളെ മുമ്പ് വെച്ച് പൊട്ടിക്കുകയാണ്. മക്കൾ ഇങ്ങനെ നില്ലേ, മക്കൾ അങ്ങനെ നില്ലേ. നമ്മൾ സൂക്ഷിച്ച് പൊട്ടിക്കണം. ഞാനിത് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ, എന്തൊക്കെയാണെന്ന് നോക്ക്. ആദ്യം ഒരു പേജ്, 2 പേജേ ഉള്ളൂ മക്കളെ, ഈ 2 പേജേ ഉള്ളൂ. നോക്ക്, ഇങ്ങനെ വേറെ പേപ്പറൊന്നുമില്ല. നെജില നൗഫൽ മൻസിൽ. പിന്നെ പിൻ കാണിക്കാൻ പറ്റുമോ എന്തോ, ഗൂഗിളിൽ നിയമം ഉണ്ടാ എന്തോ. ദാ യുവർ പിൻ, ഇവിടെയാണ് എൻ്റെ പിൻ വന്നിരിക്കുന്നത്. കണ്ട ഗൂഗിൾ ആഡ്സെൻസ് യുവർ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ പിൻ നമ്പർ. നമുക്കൊരു ATM കാർഡ് നമ്പറില്ലേ, അതുപോലെയൊക്കെ അത് കണ്ട. ആദ്യം ചെയ്യണം ആഡ്സെൻസ് അക്കൗണ്ട്, പേയ്മെൻറ്റ്സ് വെരിഫിക്കേഷൻ ചെക്ക്. കണ്ട, യുവർ പിൻ സബ്മിറ്റ്. ഓക്കെ, ഇത്രയും കൊടുത്താൽ മതി. ഇതാണ് എൻ്റെ പിൻ കോഡ്. അൽഹംദുലില്ലാ. നിങ്ങളെ മുമ്പ് വെച്ച് പൊട്ടിക്കണമെന്നുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞു മക്കൾ 2 പേര് കുടുംബ വീട്ടിൽ നിൽക്കുകയാണ്.
കുറേ ദിവസമായി വാപ്പാരുടെ അടുത്ത് ഉമ്മാരുടെ അടുത്ത് നിർത്തി. വയ്യാത്ത വാപ്പായും കൊണ്ടൊക്കെ പോവുക. നമുക്കൊരു ആൺതുണ വേണമല്ലോ. അതിന് പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ. എത്ര നമ്പറുണ്ടോ പിൻ? 6 നമ്പറുണ്ട് പിന്ന്. പിന്നെ ഇത് നിങ്ങൾ തന്ന അംഗീകാരമാണ്. ഈ പിന്നടിച്ച് നമുക്കിത് എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കട്ടെ. നമുക്ക് വന്നത് HSGMS യൂണിറ്റ് നോട്ട്സ് ലോട്ടസ് കോർപ്പറേറ്റ് പാർക്ക് വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേ മുംബൈയിൽ നിന്നാണ് വന്നേക്കുന്നത്. പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നും പറഞ്ഞ് മക്കളിത് കൊണ്ട് സൂക്ഷിച്ചു പോയി. യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ക്ലിക്കാവിയ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ക്ഷമയും സമാധാനവും വേണം, എങ്കിലും ഓക്കെയാണ്. കുറച്ച് ക്ഷമയും സമാധാനമൊക്കെ ഉണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ പറ്റുള്ളൂ. ഇപ്പം തന്നെ വരുമാനം കിട്ടണം. ആദ്യം നമ്മൾ വിചാരിക്കും മോണിറ്റൈസേഷൻ കഴിഞ്ഞാൽ മതി. മോണിറ്റൈസേഷൻ കഴിയുമ്പോൾ അല്ലോ ഡോളർ കയറുന്നില്ല. കാരണം എൻ്റേത് മൊത്തം കേരളത്തിലുള്ള വീട്ടമ്മമാരും കുറച്ച് പ്രവാസികളുമാണ് കാണുന്നത്, ഇക്കാമാരുമാണ് കാണുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ കുഞ്ഞുവിൻ്റെ ബർത്ത്ഡേ ആവാറായി, എൻ്റെ മിഫ്സൽ മോൻ്റെ. പിന്നെ ദുഃഖം അറിയാമല്ലോ നിങ്ങൾക്ക്. ഇത്രയും കഷ്ടപ്പാടിൽ നിന്ന് നിങ്ങളെന്നെ കൈപിടിച്ചുയർത്തി നിങ്ങളോട് ചിലവഴിക്കുന്ന നിങ്ങളെ കമൻസിലും ഞാൻ കണ്ടെത്തുന്ന സന്തോഷം അത് വളരെ വലുതാണ്. ഈ ചെറുപ്പകാലത്തിൽ ഒറ്റപ്പെട്ടു പോയി 3 മക്കളെയും കൊണ്ട് ഇതിൻ്റെ ഇടയിൽ ആർക്കെങ്കിലും നിങ്ങൾ കാരണം ഒരു നിമിത്തം നിങ്ങൾ അയച്ചു തന്ന പൈസ ഒരാളെ കയ്യിൽ എത്തിക്കാൻ പറ്റുക, ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയുന്നു. പിന്നെ ഈ ദുനിയാവിൽ നമ്മൾ ആരും വരുമ്പോഴും ഒന്നും കൊണ്ടുവരുന്നില്ല, പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകണില്ല. ഈ ശരീരം മാത്രമല്ല. അതുകൊണ്ട് കഴിവതും തെറ്റുകളൊന്നും ചെയ്യാതെ ജീവിക്കാൻ ശ്രമിക്കുക. പറയണവർ പറയട്ടെ, മനുഷ്യനാണ്. പല ഉമ്മവാപ്പ മക്കളാ വയറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ രാവിലെ ഇതൊക്കെയാണ് മക്കളെ വീഡിയോസ്. ഞാനും എൻ്റെ മസ്റൂറായി മാത്രമേ ഉള്ളൂ. ആടിന് തോലൊക്കെ ഉണ്ട്, അവർക്കും ഭക്ഷണം കൊടുത്തിട്ട് പോകണം. ഏത് ജീവിയാണെങ്കിലും നമ്മൾ പരിഗണിക്കണം. നമ്മുടെ മുമ്പിൽ വന്ന് കരയുന്നുണ്ട് വിളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനായിരിക്കും. ഈ കാറും ഈ കൊട്ടാരവും ഒക്കെ ഒരു നിമിഷം മതി. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾ ദുആ ചെയ്യണം. ഒരു തടസ്സവും കൂടാതെ ഈ പൊന്നു മക്കളെയും കൊണ്ട് പോകണം. മക്കളെ കൊണ്ട് പോകണത് എന്തെന്നറിയാമോ? ഒരു ഡ്രസ്സൊക്കെ വെച്ചോളും മോള്. പിന്നെ ആ സോപ്പൊക്കെ ഒരു പാക്കറ്റിലാണ്. പിന്നെ 20 കിലോ അരി ഒന്ന് ഞാൻ എടുക്കും. പിന്നെ എൻ്റെ വാപ്പായെ കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടല്ലോ, ബിരിയാണി നിങ്ങൾ പറഞ്ഞില്ലേ, അത് അവരടുത്ത് എത്തിക്കണം. അപ്പോഴത് വാപ്പായി ഉമ്മയൊക്കെ ചുമക്കും. ഉമ്മക്ക് ഈ വെരിക്കോസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഓവർ വെയിറ്റ് എടുക്കാൻ പറ്റൂല. പിന്നെ ഷെയർ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യും. എന്തൊക്കെ ആവണം എന്തോ മക്കളെ, ആദ്യമായിട്ട് ഇറങ്ങുന്ന ഒരു കാര്യമാണ്. കൽബ് നിറഞ്ഞുകൊണ്ടാണ്, അത്രയും അവരെ വിശപ്പിൻ്റെ കാഠിന്യം അറിഞ്ഞുകൊണ്ടാണ് ഒരു നേരത്തെ ഭക്ഷണം. അവർക്ക് അക്കൗണ്ട് വഴി വലിയ പൈസകൾ കിട്ടട്ടെ, അവരെ അക്കൗണ്ട് വഴി കിട്ടട്ടെ. അവരെന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് ഞാൻ മൊബൈലിലിടും. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഷെയർ ഉണ്ടെങ്കിലേ നമ്മളെ വീഡിയോസ് കണ്ട് എല്ലാവരിലും എത്തിക്കാൻ പറ്റും. അവർക്കൊരു ഹെൽപ്പ് കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓവർ എഡിറ്റും കാര്യം ചെയ്യുന്ന വ്യക്തിയല്ല. ഓൺ ദ സ്പോട്ടിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസാണ്. ഒരുപാട് കൂട്ടുകാരികളുടെ ഉമ്മ ആയാലും കൂട്ടുകാരികളായാലും എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്. കുഞ്ഞു മക്കളെ കൊണ്ടൊക്കെ പോവുക. പിന്നെ കാലൊക്കെ കഴിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെള്ളമൊക്കെ മേടിച്ചവർക്ക് കൊടുക്കണം. ഒരുപാട് കൂട്ടുകാരികളൊക്കെ വിളിച്ച് നീ ചെയ്ത ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും എന്താ ഇപ്പോഴും പറയണേ, കൊല്ലം തിരുവനന്തപുരം ജില്ലയിൽ ആർക്കെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എത്ര ദൂരം താണ്ടിയാണെങ്കിലും ഞാൻ വരും ഇൻഷാ അല്ലാ. ആരെങ്കിലും ഭക്ഷണത്തിന്, കാരണം വേറെ ഒന്നും പറ്റൂല മക്കളെ. ചാനലൊക്കെ വലുതായാലേ വല്ലതൊക്കെ ഞാൻ ചെയ്യാൻ പറ്റും. അതൊക്കെ എടുത്തു. അപ്പോൾ പിന്നൊക്കെ കിട്ടി. ഇന്ന് എന്തായാലും സബ്മിറ്റ് ചെയ്യുന്നില്ല, അത് നാളെയോ മറ്റന്നാളോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സമാധാനമായിട്ട് മുന്നോട്ട് പോകാല്ലേ. 11 മണിക്ക് സ്റ്റാർട്ടാവും വണ്ടി. കാരണം അവിടെ എത്തി തിരിച്ചെത്തണം. ഇന്ന് ഞായറാഴ്ചയാണ്, അവരെ മക്കളെയും കൂടെ കാണണം എന്നുള്ള പരിഗണനയിലാണ്. പിന്നെന്താ, അതുകൊണ്ടാണ് രാവിലെ ഞാൻ വീഡിയോ ഇട്ടത്. ഇന്ന് ചിലപ്പോൾ ഷോർട്ടായിരിക്കും ഇടുന്നത്. ഞാൻ അവിടെ എത്താൻ വേണ്ടി, ഒരു തടസ്സവും കൂടാതെ എത്താൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. പിന്നെ ഉപ്പാക്ക് അങ്ങ് നടത്തേലും കുറച്ച് വിഷയമുണ്ട് പാപ്പാക്കില്ലേ. കാരണം ഓവർ നടക്കുമ്പോൾ ക്ഷീണിക്കും. വെള്ളവും കാര്യമൊക്കെ കൊണ്ടുപോകണുണ്ട്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ വെക്കണേ മക്കളെ. ബുക്കും എടുത്തോണ്ട് നമ്മൾ കണക്കെഴുതിയ ബുക്ക് പെട്ടെന്ന് എടുത്തിട്ട് വാ. പിന്നെ കണക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ പടച്ചോനെ. ഇനി ആരും പൈസ അയക്കരുതേ. മല്ലിക ചേച്ചിക്കൊന്നും വേണ്ടി പൈസ അയക്കരുത്. എൻ്റെ വീട് പണി സ്റ്റാർട്ടായിട്ടുണ്ട് അൽഹംദുലില്ലാ.
ഞാൻ നിങ്ങളെ വീട് ഇനിയിപ്പോൾ പാലിയേച്ചിന് കാണിക്കാം. ഞാൻ നല്ല രാത്രി ഒന്ന് എൻ്റെ വീട് പോയി കണ്ട്. കറണ്ടിൻ്റെ കാര്യമാണ് മക്കളെ. എൻ്റെ മാമ തിങ്കളാഴ്ച ഉമ്രയ്ക്ക് നാളെ വരുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വന്ന എമൗണ്ട് 8602 രൂപ. നമുക്ക് ചിലവായ പൈസ ടോട്ടല് 1270. പിന്നെ കുറച്ച് വണ്ടിക്കൂലി 3353. കാരണം ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നില്ലേ. ഇനി നമ്മളെ കയ്യിൽ ബാലൻസ് 3579 രൂപ. ഇന്നലെ വൈകിട്ടും കൂടെ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി പൈസ അവരെ കയ്യിൽ ഏൽപ്പിക്കാനാണ് പ്ലാന്. കാരണം നമ്മളിത് കഴിഞ്ഞിട്ടും അവർക്ക് ഭക്ഷണം കഴിക്കണമല്ലോ. ഈ 20 കിലോ അരി കൊണ്ട് അവർക്ക് എത്ര വയറ് കഴിയണം? 2 മക്കളും 3 വലിയ ആൾക്കാരും, അപ്പോൾ 5. അപ്പോൾ നിങ്ങളുടെ ദുആയിൽ നമ്മളെ ഉൾപ്പെടുത്തണം. ഇത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.